ഹലോ മാഡം. മാഡം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയടുത്ത് നിങ്ങളുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് മാഡത്തിൽ ഉണ്ടായേ? എനിക്ക് ജീവിതത്തില് ഉറക്കെ വലിയ പറയൂ. മാറ്റാണ് ആ എനിക്ക് VMCയില് മെഡിറ്റേഷൻ ചാനൽ വന്ന് കേട്ട് ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാ അത്? ഞാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലേ? വിഷമിപ്പിച്ചിരുന്നത്. ഓക്കെ, എന്തൊക്കെ അനാരോഗ്യ പ്രശ്നങ്ങളായിരുന്നു മാഡത്തിന് ഉണ്ടായിരുന്നത്? എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ആ അത്. ആ അതിനു മുന്നേ തന്നെ ഷോൾഡർ പെയിൻ ആയിട്ട് ഒരുപാട് വർഷം, അതായത് ഒരു 15-16 വർഷത്തോളമായി ഞാൻ ചികിത്സ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആയുർവേദ ചികിത്സയും അതുപോലെ തന്നെ അലോപ്പതിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ എനിക്ക് ഒരിക്കലും അതിനൊരു ശാന്തി ലഭിച്ചിട്ടില്ല. മരുന്നുകൾ കൊണ്ട് ഒന്നും മരുന്നില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായി. അങ്ങനെ പിന്നെ ഞാൻ യൂട്രസ് റിമൂവ് ചെയ്ത് അതും കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഷോൾഡർ പെയിന് കൂടുതലായിട്ട് വരികയുണ്ടായത്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ, കാരണം ഒരു 5 മിനിറ്റ് എന്തെങ്കിലും പണി ചെയ്യും, പിന്നെ പോയി കിടക്കും, വീണ്ടും എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും, വീണ്ടും ഞാൻ പോയി കിടക്കും. അങ്ങനെ ആയിരുന്നു ഓരോ ദിവസം ഞാൻ തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ അനുഭവം എനിക്ക് ജീവിതത്തോട് തന്നെ വളരെ ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെ ഞാൻ സ്റ്റെപ്പായിട്ട് തന്നെ യോഗ, അതുപോലെ അഗ്നിഹോത്രം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഞാൻ പക്ഷെ ഒരുപാട് മാനസികമായിട്ട് ഉയർന്നു വരാനും അതുപോലെ തന്നെ മാംസ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ചിട്ടയായ ഒരു ജീവിതക്രമം ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ആരോഗ്യ പ്രശ്നം എന്നെ വിട്ടൊഴിയാതെ നിന്നതിൽ വളരെയധികം വിഷമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ യാദൃശ്ചികമായിട്ട് യൂട്യൂബില് VMCയുടെ ഒരു മെഡിറ്റേഷൻ ചാനൽ കാണുകയും അതിലൊരു ചേച്ചി അവരുടെ സങ്കടങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെയാണ്, എൻ്റെ കാര്യങ്ങളാണ് അവര് പറയുന്നത്, അവരിലൂടെ ഞാൻ കേൾക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതുവഴി ഞാൻ ഫസ്റ്റ് ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ളതിലാണ് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ ഇരുന്ന് ഫുള്ളായിട്ട് അത് കേട്ടതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് അന്ന് മുഴുവൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ ഉറങ്ങിപ്പോവുകയാണോ അതോ പക്ഷെ എനിക്ക് എല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ ഏതോ ഒരു ലോകത്താണ്, അതുമാത്രമേ എനിക്കറിയുള്ളൂ, എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഷോൾഡർ പെയിൻ ആര് പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ എനിക്കത് അനുഭവം, എൻ്റെ സത്യസന്ധമായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഷോൾഡർ പെയിൻ ആ ഒരൊറ്റ ദിവസത്തെ എൻ്റെ ധ്യാനത്താൽ ഇല്ലാതാവുകയും ഞാൻ ഇതുവരെ പിന്നീട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ഞാൻ മെഡിറ്റേഷൻ മുടക്കാറില്ല. രാവിലെ വൈകിട്ടും ചെയ്യും. ഇതുവരെ എനിക്ക് പിന്നീട് ആ വേദന ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് അത്ഭുതകരമായിട്ടുള്ളത്, കാരണം ഞാനൊരു 17-18 വർഷത്തോളമായി അനുഭവിക്കുന്ന ഈ വേദന, അതിൽ നിന്ന് മോചനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനില്ല. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷം, കാരണം ശാരീരികമായ വിഷമങ്ങൾ നമ്മളെ മാനസികമായിട്ടുള്ള വിഷമത്തിലേക്ക് നയിക്കും, ജീവിതം തന്നെ മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് എന്നെ നയിച്ചിരുന്നത്. അതിൽ നിന്ന് മോചനം കിട്ടിയ എനിക്ക് VMCയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഒരുപാട് നന്ദി. ഈ സീമാജിയുടെ വീഡിയോയിലൂടെ ഇത് കേൾക്കാനും ഇതിനെനിക്ക് അവസരം കിട്ടിയതിനോട് ഞാൻ ഈശ്വരനോടും പിതാമഹ പത്രിജിയോടും ഈ എല്ലാ ദിവ്യാത്മ സ്വരൂപ ആത്മാക്കളോടും ഞാൻ എന്നും കടപ്പാടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി എന്തൊക്കെയാ പറയാനുള്ളത്? ധ്യാനത്തിന്റെ അനുഭവങ്ങൾ ഇനി വല്ലതും ഉണ്ടോ? ഇനി ഇപ്പോൾ ഓരോ തവണ ധ്യാനം ചെയ്യുന്നതോറും എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടാവുക. ഇന്ന് എന്ത് പ്രശ്നം മല പോലെ വന്നാലും എനിക്കത് മഞ്ഞ് പോലെ ഉരുകി പോകുന്നതായിട്ടാണ് തോന്നാറ്. ഇന്നൊന്നും ബാധിക്കാറില്ല. എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തിലാണ് ഞാൻ.
എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ നടന്നാലും ഉം. പക്ഷെ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല. അതൊന്നും എൻ്റെ പ്രശ്നമല്ല. അത് എനിക്ക് വന്നു ചേരാനുള്ളതാണ്. ഞാനത് അനുഭവിക്കാനും ബാധ്യസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും പലതും നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ പടിപടിയായി ഓരോ സ്റ്റെപ്പും നമ്മൾ കയറി കയറി ഇനി എനിക്ക് വേറൊരു സ്റ്റെപ്പ് കയറാനില്ല. ഈ ഒരു മെഡിറ്റേഷനിൽ മരണം വരെ, ആ മരണം സുഖമായ ഒരു മരണം ദൈവത്തിൻ്റെ കാൽപാദങ്ങളിൽ ലയിച്ചു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. ഓ, താങ്ക് യു. അപ്പോൾ എല്ലാവരോടും പറയേണ്ട മെസ്സേജ് എന്താ? എല്ലാവരും ധ്യാനത്തിലേക്ക് വരണം. കാരണം പല ആളുകളും ഇന്നെന്താ മത്സ്യം മാംസം ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പലരും ധ്യാനത്തിലേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം. അത് കാരണം പല അനുഭവങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്ന് ഇടപെടുന്നതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അത് ആ തൽക്കാലം നമ്മളെ നാവിലുള്ള ഒരു രുചി, അതിന് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നുമല്ല. പക്ഷെ അതിനേക്കാൾ വലിയ സന്തോഷമാണ്. ആ സന്തോഷം നമ്മളെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷം കിട്ടുമ്പോൾ എന്തിനാ നമുക്ക് മറ്റുള്ളതൊക്കെ? അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി സന്തോഷമാണ് ധ്യാനത്തിൽ വന്നാൽ കിട്ടുക. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച് മാ. അപ്പോൾ എല്ലാവരും ധ്യാനം ചെയ്യട്ടെ, ധ്യാനയോഗികളായി ശുദ്ധ സസ്യാഹാരികളായി മാറട്ടെ. താങ്ക് യു.